എത്ര മഹാഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ അള്ളാഹ് നൽകിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ ചാൻസ് കിട്ടിയ നമ്മെ അള്ളാഹ് വിടൂല. ഈ ചാൻസ് നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് അള്ളാഹു ചോദിക്കും. അത് ഏറ്റവും മുഖ്യമായിട്ട് ചോദിക്കൽ ഈ വന്ന നാട്ടിൽ ജീവിച്ച ദൂതർ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ച അത് വളവില്ലാത്ത തെരുവില്ലാത്ത ശരിയായ തൗഹീദ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ പോയിട്ട് സ്വന്തം വീട്ടിൽ നടപ്പാക്കുക, പിന്നെ പരിസരത്ത് നടപ്പാക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു പറയുന്നു ഖുർആനിൽ വളരെ ശക്തിയായ ശൈലിയിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സംസാരിച്ച ഭാഗമാണ് വിശ്വാസപരമായ ഭാഗം. ആ വിശ്വാസപരമായ ഭാഗത്തിലാണ് വ്യതിയാനം പാടില്ല എന്ന് നാം നമ്മുടെ ഇന്നത്തെ മുഖാമുഖത്തിൽ ചർച്ച ചെയ്ത് അന്ത്യം കുറിക്കാൻ പോകുന്നത്, അവസാനം വിരമിക്കാൻ പോകുന്നത്. അല്ലാഹു പറയുന്നു ഖുർആനിൽ വമാ ഖലഖനാസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ വലൗ അറദ്നാ അൻ നത്തഖിദ ലഹവൻ ലത്തഖദനാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ആകാശഭൂമി നാം സൃഷ്ടിച്ചത് കളിക്കാൻ വേണ്ടിയല്ല, പന്താടാൻ വേണ്ടിയല്ല. അങ്ങനെ പന്താടുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം നല്ല കഴിവുണ്ട് കൽപ്പിട്ട് പന്താടാൻ സാധിക്കുകയായിരുന്നേ. എന്നിട്ട് ഇങ്ങനെയെല്ലാം റസൂലുള്ളാഹി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞ ശേഷം വലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അല്ലാഹുവിന്റെ കഴിവുകൾ ശരിക്കും മനസ്സിലാക്കിയ വിഭാഗമാകുന്ന മലാക്കന്മാര് ഒരു നിലക്കും ക്ഷീണമില്ലാതെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സുജൂദിലും റുക്കൂഇലും കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു വാനലോകത്തിൽ. അവർക്കതിന്റെ വില അറിയാം, അല്ലാഹ് ആരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു ആകാശത്തിൽ മഹാശബ്ദ കോലാഹലം. അതേ കോലാഹലം ഉണ്ടാവാൻ മാത്രം അവിടെ പ്രശ്നമുണ്ട്. എന്താണ്? ആകാശത്തിൽ ഒരു 4 വിരൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം മലക്കൾ സുജൂദിലാണ്, റുക്കൂഇലാണ്. അങ്ങനെ അല്ലാഹുവിനെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. അല്ലാഹുവിന്റെ വിലയും കഴിവും പ്രാപ്തിയും അറിയുന്നവരായതുകൊണ്ടാണ് അവർ. അതിനെ നമുക്ക് അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. ആ മലക്കുകളുടെ മുമ്പിലും പിമ്പിലുമുള്ള സർവ്വ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. അതുകൊണ്ട് തന്നെ അവരത് മനസ്സിലാക്കിയത് കൊണ്ട് അവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അവർക്ക് വരേക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് എന്നാൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ അധികാരം കൊടുത്താലല്ലാതെ സാധിക്കൂല. എന്താ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ മുഖറബായ മലക്കുകൾക്ക് ഞാൻ അധികാരം കൊടുത്താലല്ലാതെ ആർക്കും റെക്കമെൻഡ് വരെ ചെയ്യാനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടില്ല. മാലാഖമാരെ കുറിച്ച് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു പിന്നെ ഏതെങ്കിലും ഒരു മലക്കിനെ കുറിച്ച് ഞാനല്ലാത്ത ഒരു ദൈവമാണ് അദ്ദേഹം, അദ്ദേഹത്തിനെ പൂജിക്കാമെന്ന് വാദിക്കുകയാണെങ്കിൽ ആ മലക്കിനെ പിടിച്ച് ഞാൻ നരകത്തിൽ വലിച്ചെറിയും. അങ്ങനെയാണ് പരാക്രമികളെ ഞാൻ ശിക്ഷിക്കുക, അവർക്ക് തക്കതായ പ്രതികാരം നൽകുക. എന്താ കേട്ടത്? തീ ഉള്ളി കൊണ്ട് തലചൊറിയുമ്പോൾ മരംപുള്ളിയുടെ സ്ഥിതി എന്താണ് നിങ്ങൾ പറയാറുണ്ട് കാസർഗോഡ് ഭാഷയിൽ. എന്ത് മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്? പിന്നെ ഷിട്ടികൾ മറ്റുള്ളവരെ പിടിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ പൂജിക്കുക, ഞാൻ ദൈവമാണെന്ന് വാദിക്കുക എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അല്ലാഹു പറയുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഞാൻ കിതാബോ ഗ്രന്ഥമോ ഹിക്മത്തോ ദൂതനോ ആക്കി മാറ്റിയ ശേഷം പിന്നെ നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് പറയാൻ ഒരു ദൂതർക്കും ഒരു നബിമാർക്കും ഞാൻ അധികാരം നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ റസൂലുള്ളാഹിനോട് ശഫാഅത്തിനെ ദൂതൻ എന്ന് പറയാം, റസൂലുള്ളാഹിനോട് പ്രശ്നം പരിഹരിക്കണേ റബ്ബേ എന്ന് പറയാം? അതുകൊണ്ട് നേരത്തെ പൗരന്മാര് മറുപടി പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിൽ വന്നതാണ്. എന്ത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദീനിന്റെ കാര്യം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനുള്ളതല്ല, ദീൻ നിർത്തിയിട്ട് നിൽക്കലാണ്. നിങ്ങൾ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ റോഡ്സിൽ വന്നിട്ട് മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ ഒരു ബോർഡ് കാണാം, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഡ്രൈവർമാരെ ശ്രദ്ധിക്കാം, കാറിലാതെ ശ്രദ്ധിക്കൂല. എന്താ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് അല്ലേ? ഈ ഖുർആനും ഈ സുന്നത്തും എന്താ പറയുന്നത്? അതിന്റെ മുമ്പിൽ അല്ലാഹു നിർത്തിയിട്ട് നിൽക്കുക. പിന്നെ ബുദ്ധിക്ക് അങ്ങനെ റബിയ കാട്ടില്ലേ, അങ്ങനെ ചോദിച്ചില്ലേ, ഇങ്ങനെ ചോദിച്ചില്ലേ, എന്താ നമുക്ക് കാട്ടിയ എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം എവിടെയില്ല. ഇത് ബുദ്ധിക്ക് വെച്ച് രൂപത്തിൽ അംഗീകരിക്കാനുള്ള മതമല്ല, പിന്നെയോ വൃത്തിയായിട്ട് നിർത്താൻ നിൽക്കാനുള്ള മതമാണ്. വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചർച്ചയ്ക്ക് വിധേയമല്ലാത്ത രൂപത്തിൽ
രൂപത്തിൽ, ആ ഗവേഷണത്തിന് വിധേയമല്ലാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറയുന്നത്, പ്രാർത്ഥന എന്നോട് മാത്രം, ആരാധന എനിക്ക് മാത്രം. അപ്പോൾ നബിമാരുടെ ഇടയിൽ വെച്ചിട്ട് നബിമാരോട് ചോദിക്കപ്പെട്ട രൂപങ്ങളൊക്കെ അത് പ്രാർത്ഥനാ രൂപമല്ല എന്നത് അതിൽ നിന്നിട്ട് മനസ്സിലാക്കിയാലേ ഖുർആനിന്റെ വാക്ക് ശരിയാവുകയുള്ളൂ, അത് അംഗീകരിക്കൽ വരികയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് മറുപടി അതിന് എതിര് പറയും പോലെയായി മാറും എന്നത് കൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെന്താ നബിമാർക്കൊക്കെ ഞാൻ കൊടുത്ത ഓർഡർ, നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഖുർആൻ, നിങ്ങൾ ഓതുന്ന അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് നിങ്ങൾ പഠിച്ചതനുസരിച്ചിട്ട് നിങ്ങൾ റബ്ബാനികളെ വാർത്തെടുക്കുക. അതിനാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നാം റബ്ബാനികളാവണം. റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർ, റബ്ബിലേക്ക് ചേർത്ത് പറയുന്നവർ, റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർ. സുബ്ഹി നമസ്കരിച്ചാൽ ജമാഅത്തോടു കൂടി, ഇശാ നമസ്കരിച്ചാൽ ജമാഅത്തോടു കൂടി, രാത്രി നമസ്കരിച്ച പരിപൂർണമായി നമസ്കരിച്ച കൂലി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഇന്നു മുതൽ നടപ്പാക്കുക. എത്ര പ്രത്യേകതകൾ നാം നഷ്ടപ്പെടുത്തുന്നു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ. എന്നിട്ട് മാത്രമല്ല, അങ്ങനെ നിങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ, പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത, ചുറ്റുപാടില്ലാത്ത നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂലി അവൾക്കും അസ്മാന്റെ ഹദീസിന്റെ സഹായത്തോടു കൂടി യസീദ് ഇബ്നു സക്കൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിന്റെ സഹായത്തോടു കൂടിയാണ് രണ്ടാമത് പറഞ്ഞ ഭാഗം. നിങ്ങൾ നമസ്കരിക്കുന്ന ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം, നിങ്ങൾ ചെയ്യുന്ന ദഅവത്ത്, നിങ്ങൾ ചെയ്യുന്ന പ്രബോധനം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം, നിങ്ങൾ ചെയ്യുന്ന ഇസ്ലാമിക സേവനം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ വീട്ടുകാരികൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, സഹോദരികൾ കേൾക്കുന്നുണ്ടല്ലോ, ആ ഹെൽപ്പ് ചെയ്യുന്ന സഹോദരികൾക്ക് അതേ കൂലി ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. അങ്ങനെ റബ്ബാനികളാവാൻ പരിശ്രമിക്കുക, റബ്ബിന്റെ ആളായി മാറാൻ പരിശ്രമിക്കുക. റബ്ബിന്റെ ആളായി മാറിയാൽ റബ്ബ് നമ്മുടെ കൂടെയാണ് ഏത് സമയത്തും. നമ്മുടെ പ്രശ്നങ്ങൾ മല പോലെ വരുന്നത് മഞ്ഞ് പോലെയായി മാറും. ഇനി മല പോലെ വരുന്നത് മഞ്ഞ് പോലെയായി നമുക്കുള്ളത് യഥാർത്ഥത്തിൽ മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് അനുഭവപ്പെടും. എന്തിലൂടെ? തവാബിലും ഖദറിലുമുള്ള വിശ്വാസത്തിലൂടെ. അള്ളാഹിന്റെ വിധി പോലെ വരട്ടെ, അതിൽ ഞാൻ പ്രീതി അടഞ്ഞു എന്ന വിശ്വാസത്തിലേക്ക് എത്തും. അതാണ് യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ റബ്ബാനി. അങ്ങനെ റബ്ബാനിയായി മാറാൻ വേണ്ടി അല്ലാതെ ആരെയും നബിമാരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടില്ല. അയഉമുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ അൻതും മുസ്ലിമൂൻ. അയഉമുറുക്കും ബിൽ കുഫ്രി. നോക്കൂ റബ്ബിന്റെ ചോദ്യം. അല്ലാഹ് നിങ്ങളോട് ശിർക്ക് ചെയ്തിട്ട് കാഫറാൻ പറയുമോ? നിങ്ങൾ മുസ്ലിമായ ശേഷം നിങ്ങൾ കുഫ്രിലേക്ക് മടങ്ങൂ, മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, മറ്റുള്ളവർക്ക് തീർച്ചയാക്കിയിട്ട്, മറ്റുള്ളവർക്ക് അർത്ഥിട്ട് എന്ന് ഞാനോട് പറയുമോ? നിങ്ങൾ മുസ്ലിമായ ശേഷം എന്താ ചോദ്യം ഖുർആനിന്റെ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മകനുണ്ട് എന്ന് വാദിച്ചവരോട് അള്ളാഹു ചോദിക്കുകയാണ്, റസൂൽ പറയുകയാണ്, നിങ്ങളോട് പറഞ്ഞേക്ക്, റബ്ബിന് വല്ല കുട്ടിയും ലോകത്തുണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് അർഹപ്പെട്ട ആൾ ഞാനായിരുന്നേനെ. ഞാനാണെങ്കിൽ അടിമകളിൽ അല്ലാഹുവിനെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ രംഗത്തിറങ്ങിയ ആള് ഞാനാണ്. ഈ മതത്തിൽ, ഈ ദീനിൽ ആദ്യത്തെ മെമ്പർ ആരാണ്? ആമന റസൂലു. ഉച്ചക്കത്തെ ക്ലാസ് നിങ്ങൾ കേട്ടു, മുഹമ്മദ് നബി ഇതിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടി. ആദ്യത്തെ മെമ്പർഷിപ്പ് ആരാണ്? ആമന റസൂലു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് അടിമയാണ് ഞാൻ എന്ന് സമ്മതിപ്പിക്കുവാനും, നിങ്ങൾ ആരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് നമുക്ക് പഠിപ്പിക്കുവാനും അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഖുർആന്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ ദശക്കണക്കിൽ പ്രാവശ്യം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കവേ. ദശക്കണക്കിലോ ഉച്ചതി ഞാൻ സ്പീഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു 437 പ്രാവശ്യമാണ് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഈമാൻ എന്ന പദം ഉപയോഗിച്ചത്. 91 പ്രാവശ്യമാണ് തൗഹീദ് എന്ന പദം. ഒരു മനുഷ്യൻ ഇവിടെ വന്നു, ഞാൻ പ്രബോധനം ചെയ്ത് 25 കൊല്ലമായി പോലും ഞാൻ പ്രശ്നമില്ല, നല്ലതാണ്, അത് സ്വീകരിക്കട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ ഇല്ലാത്തൊരു പദം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കരുത്. എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തൗഹീദ് എവിടെ ഖുർആനിൽ എഴുതുന്നു? നിങ്ങൾ ഈ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാന്ന് പറഞ്ഞത് അള്ളാഹ് തൗഹീദ് എന്ന് പറഞ്ഞോ ഇരിക്കുകയാണോ?
ഞാൻ പറഞ്ഞു 91 പ്രാവശ്യം തൗഹീദ് എന്നുള്ള പദം അതിന്റെ മുസ്തഖാത്തുകൾ മടങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാത്തത് ഞാൻ കേട്ടാനാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഓതിയിട്ടില്ല. മൗലവി നേരത്തെ പറഞ്ഞതുപോലെ മൗലവിമാര് പഠിക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. റസൂൽ ഹജ്ജിന് പോയ രംഗം പറയാണ് ജാബിർ പറയുന്നു, റസൂൽ മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടു, എന്നിട്ട് തൽബിയത്ത് ചൊല്ലി ഫബദഅ ബിത്തൗഹീദ്. ഹജ്ജ് ആരംഭിച്ചത് തൗഹീദിലൂടെയാണ്. എന്തിലൂടെയാണ് ഹജ്ജ് ആരംഭിച്ചത്? തൗഹീദിലൂടെയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നാം ഉണ്ടാക്കി കരിച്ചെന്നോ നമ്മുടെ വകയിലുള്ളതല്ല. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഖുർആൻ സ്ഥാപിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ദുആ എന്ന പദം ഖുർആനിൽ 113 തവണ മടങ്ങി വരികയാണ്. 113 തവണ. അപ്രകാരം തന്നെ ശിർക്ക് എന്ന ആ മഹാമാരകമായ രോഗം അല്ലാഹ് വളരെ കർശനമായിട്ട് അത് ചെയ്താൽ അത് അല്പമാണെങ്കിലും അവൻ നരകത്തിലേക്ക് എന്നേക്കുമായി പോകേണ്ടി വരുമെന്ന് തീർത്ത് പറഞ്ഞതായ ആ മഹാ അപകടത്തിൽ നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടി 96 തവണയാണ് ഖുർആനിൽ അല്ലാഹു ചർച്ച ചെയ്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഠിക്കണമെന്നത് നമ്മെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇൽമി എന്ന പദം ഖുർആനിൽ 379 തവണയാണ് ഖുർആൻ ചർച്ച ചെയ്തത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് അല്ലാഹു ചെയ്യുന്നത്, ഇറക്കി തന്നത്. നാം പഠിക്കാൻ വേണ്ടിയാണ്, നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നാം നടപ്പാക്കാൻ വേണ്ടിയാണ്. അതുകൂടി